അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. ഓക്കെ, ഇന്ന് നമ്മള് എന്താ ചെയ്യാൻ പോന്നെ? പാർട്ട് 2 ക്വിസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, അബ്ദു, ആരാധനയ്ക്ക് അർഹൻ ആരാണ് അബ്ദു? അല്ലാഹു മാത്രമാണ്. ഓക്കെ, ആമി പറയേണ്ടത് തൗഹീദ് എന്നാൽ എന്താണ് ആമി? തൗഹീദ് അള്ളാഹു ഏകനാണെന്നും അള്ളാഹുക്ക് പങ്കാളിയില്ലെന്നുമാണ് വിശ്വാസമാണ് തൗഹീദ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ. തൗഹീദിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? തൗഹീദിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഷിർക്കാണ്. യെസ്, അതായത് അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കൽ അല്ലെ. ഇനി അബ്ദുവിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്. അബ്ദു പറയോ? അബ്ദു, എന്താണ് ഷഹാദത്ത്? ആമി, ഷഹാദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യനില്ല, ആരാധ്യൻക്ക് അർഹനുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് നമ്മുടെ അള്ളാഹുവിന്റെ ദൂതൻ. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലെ. ഷഹാദത്ത് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തത്, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെ. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്നും നമ്മൾ സാക്ഷ്യം വഹിക്കുക ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അബ്ദുനോട് തന്നെ ചോദിക്കട്ടെ. അബ്ദു റെഡിയാണോ? ഓക്കെ, അവസാനത്തെ പ്രവാചകൻ ആരാ അബ്ദു? അപ്പൊ ആദ്യത്തെ പ്രവാചകനോ? ആദം നബി അലൈഹിസ്സലാം. ഓക്കെ, ആമി ആൻസർ ചെയ്യണേ. ഇഖ്ലാസ് എന്നാൽ എന്താണ് ആമി? അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ ആരാധന നൽകുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. വെരി ഗുഡ്. ഇനി അബ്ദുനോടുള്ള ക്വസ്റ്റ്യൻ, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചൊല്ലേണ്ടത്? എല്ലാ നല്ല ബിസ്മില്ല ചൊല്ലി തുടങ്ങണം. യെസ്, അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഓക്കെ, നമ്മള് ആരെയാണ് ആമി ഉംറയിൽ പിന്തുടരേണ്ടത്? നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഉംറ ചെയ്ത് കാണിച്ചോ അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെരി ഗുഡ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അബ്ദുനോടാണ്. അബ്ദു പറയോ? അബ്ദു, തൽബിയ എന്താണ്? തൽബിയ എന്ന് പറഞ്ഞാ നമ്മൾ ഇഹ്റാമിൽ കയറി കഴിഞ്ഞാൽ തൽബിയത്ത് ചൊല്ലണം. എന്താണ്? ചൊല്ല്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക നല്ല രസത്തിൽ ചൊല്ലിക്കേ. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. യെസ്, മാഷാ അല്ലാ. ഓക്കെ, ഈ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്കിന്റെ അർത്ഥം എന്താണ് ആമി? അല്ലാഹുവേ, ഇതാ ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം നൽകി എത്തിയിരിക്കുന്നു. ഉംറയിലേക്കുള്ള വിളിയാണിത്. ഓക്കെ, അള്ളാഹുവിന്റെ വിളിയാണ് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഇനി അബ്ദുനോടാണ് ക്വസ്റ്റ്യൻ. അബ്ദു, നമ്മൾ എപ്പോഴാ ഈ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലുന്നത്? തൽബിയ ചൊല്ലുന്നത് എപ്പോഴാ? ഇഹ്റാം കിട്ടിയതിന് ശേഷം. അപ്പൊ ആമി പറ, എന്താണ് ആമി ഇഹ്റാം? ഇഹ്റാം എന്നാല് നമ്മൾ ഉംറയ്ക്ക് മുന്നേ ചെയ്യുന്ന ഒരു, നമ്മുടെ മനസ്സിൽ ഇത് വെക്കൂല, നമ്മള് നെയ്യത്ത്. അതായത് നമ്മൾ ഉംറയിലേക്കുള്ള ഒരു എൻട്രിയാണ്, പ്രവേശനമാണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് തൽബിയത്ത് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. വെരി ഗുഡ്. പിന്നെ അബ്ദു, എങ്ങനെയാ നമ്മൾ ഉംറയിൽ നെയ്യത്ത് ചെയ്യേണ്ടത്? എങ്ങനെ നെയ്യത്ത് ചെയ്യും? ഉംറ ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യണം. അതായിരിക്കണം നമ്മുടെ നെയ്യത്ത് കേട്ടോ. ഓക്കെ, ആമി, ഉംറയിൽ നിന്ന് എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം? പാപം, വഴക്ക്, മോശമായ സ്വഭാവം. ഇതൊന്നും നമുക്ക് ഉംറയ്ക്കിടയിൽ ഒട്ടും വരാനും പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ, എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യണം. അപ്പോ അബ്ദു, ഇഹ്റാം എന്താന്ന് പറഞ്ഞല്ലേ, ഉംറയിലേക്കുള്ള എൻട്രി ആണ്. അബ്ദു, എത്ര മീക്കാത്ത് ഉണ്ടെന്നറിയോ? മീക്കാത്ത് 5. ആമി, മീക്കാത്ത് എന്താണ്? മീഖാത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇഹ്റാം ചെയ്യുന്ന ഒരു സ്ഥലമാണ് മീഖാത്ത്. ഇഹ്റാം ചെയ്യാൻ അല്ലെ, ഇഹ്റാമിൽ പ്രവേശിക്കുന്ന അതിർത്തിയാണ് മീഖാത്ത്. എക്സലന്റ്. അപ്പൊ ഇഹ്റാം എന്താന്ന് പറഞ്ഞു, തൽബിയത്ത് എന്താന്ന് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന വേർഡ്സ് ആണ് അല്ലെ. റിലേറ്റ് ചെയ്തിരുന്ന വേർഡ്സ് ഇഹ്റാം.
അബ്ദു, ഇഹ്റാമില് പുരുഷന്മാരുടെ വസ്ത്രം എന്താണ്? എന്ത് ഡ്രസ്? വൈറ്റ് തുണിയും 2 വൈറ്റ് തുണി അല്ലെ, വെള്ള തുണി. ഒരു തുണി നമ്മള് ഉടുക്കുക, പുരുഷന്മാർ ഉടുക്കുക, ഒന്ന് മേലേക്ക് ഇടുക. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? മുണ്ട് കെട്ട. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നും പാടില്ല അല്ലേ? തൊപ്പി വെക്കണോ? വേണ്ട, തൊപ്പിയൊന്നും വേണ്ട, സോക്സ് വേണ്ട, തുന്നിക്കൂട്ടിയ വസ്ത്രം വേണ്ട. ആകെ നമുക്ക് വേണ്ടത് എന്താണ്? ഇഹ്റാമില് ഈ 2 വസ്ത്രം മാത്രം പുരുഷന്മാർക്ക്. ഓക്കെ, ആമി, സ്ത്രീകൾക്കോ? സ്ത്രീകൾക്ക് അബായ, അതായത് ഔറത്ത് മറക്കുന്ന ഡ്രസ് അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഡ്രസ്സാണ് സ്ത്രീകൾ ധരിക്കേണ്ടത്. സ്ത്രീകൾക്ക് മുഖം മറക്കാൻ പാടില്ല. അത് ആ സമയത്ത് നമ്മള് അള്ളാഹുവിനെ മീറ്റ് ചെയ്യല്ലേ. എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെന്താ? ഓക്കെ, നമ്മൾ നെയ്യത്ത് ചെയ്തു, തൽബിയത്ത് ചെയ്തു, ഇതെല്ലാം ചെയ്തു. ഇനി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയാവോ? നമ്മൾ മസ്ജിദിൽ ഹറമിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ ആദ്യം ചെയ്യാ? തവാഫ് എവിടെ ചെയ്യുന്നേ? ചുറ്റും. എത്ര തവണ തവാഫ് ചെയ്യണം? 7 തവണ അല്ലെ? 7 തവണയാണ് തവാഫ്. തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ അബ്ദു ചെയ്യാ? നമ്മള് തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ സൈന് മുൻപായിട്ട് സുന്നത്ത് നിസ്കരിക്കും. വെരി ഗുഡ്. ആമി, സുന്നത്ത് എവിടെ നിന്ന് നമ്മള് നിസ്കരിക്ക? 2 റക്അത്ത് സുന്നത്ത് മഖാം ഇബ്രാഹിമിന്റെ അടുത്തെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ അവിടെ തന്നെ ആ ഭാഗത്ത് നിന്ന് നിസ്കരിക്കാം, എന്റെ ബാക്ക് സൈഡ് ആയിട്ട് കേട്ടോ. പിന്നെ ഓക്കെ, ഈ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാ? സംസം കുടിക്കും. അതിനുശേഷം നമ്മൾ എങ്ങോട്ട് പോകും? സൈ ചെയ്യാൻ പോകും. സൈ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അബ്ദു? സഫേന്ന്. എവിടെ എൻഡ് ചെയ്യും? മർവയിൽ എൻഡ് ചെയ്യും. ആമി, എത്ര പ്രാവശ്യം നമ്മൾ ഈ സഫ ടു മർവ ഇങ്ങനെ? 7 തവണ അല്ലേ? അതായത് സഫ എന്ന് മർവയിലേക്ക് എത്തുമ്പോൾ 1 പിന്നെ മർവയിൽ സഫയിലേക്ക് വരുമ്പോൾ 2 അങ്ങനെ 7. ഓക്കെ, അപ്പൊ സഫയിൽ സ്റ്റാർട്ട് ചെയ്യും, മർവയിൽ എൻഡ് ചെയ്യും. വെരി ഗുഡ്. പിന്നെ സൈന് ശേഷം നമ്മൾ എന്താ ചെയ്യാ? മുടി വെട്ടണം. അതോടുകൂടി നമ്മുടെ ഉംറ കഴിഞ്ഞു. യെസ്, ഉംറ കംപ്ലീറ്റ് ചെയ്തു. യെസ്, അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് അടുത്ത പാർട്ട് അടുത്ത ദിവസം എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.